ശേഷം കിട്ടിയ റെസ്റ്റ് ആണ്. വെറുതെ ഒന്നും അല്ല, നല്ല പോലെ ഇറന്നിട്ട് കിട്ടിയതാണ്. റെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, അപ്പൂസിനെ മാമാടിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ തന്നെ ഒരു ദിവസം ഫുള്ള് തീർന്നിട്ട് രീതിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൊണ്ടുപോയിട്ടില്ല. ഞാനൊരാള് മാത്രം ടയേർഡായി മതിയല്ലോ എന്ന് വിചാരിച്ചു. കുറെ ദിവസമായിട്ടുള്ള അലച്ചില് കാരണം എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ടായിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ, റെസ്റ്റ് ഡേ ആയിട്ട് പോലും ഒരു നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. മാമാട്ടിനെ കുറച്ച് ഉറക്കിയ ശേഷം ഉറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പിന്നെ അവളെ ഉറക്കിയിട്ട് വീട്ടിൽ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സ്കൂള് കാണാൻ പറ്റൂട്ടോ. അവിടെ ആനുവൽ ഡേ ആയിരുന്നേ. അപ്പൊ ഞാനും മാമാട്ടി അപ്പൂസും കൂടെ നിന്നിട്ട് അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നേ. കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ്, നമ്മുടെ അടുത്തൊരു പാർക്ക് ഉണ്ട് കുട്ടികളുടെ, അവിടെ ഒന്ന് പോകണമെന്ന്. നമ്മുടെ ഇവിടെയുള്ളവർക്ക് കുറച്ച് റിലാക്സിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ ചെയ്തിരിക്കുന്ന സംഭവമാണ്. അത്രയും നേരം കൂട്ടിലിട്ട മാമാട്ടിക്ക് ഇതേ ഫ്രീഡം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. അവള് റോഡിൽ കൂടെ അത്യാവശ്യം വണ്ടിയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഓടാൻ വേണ്ടിയിട്ടൊക്കെ അനുവദിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവിധ സാധനങ്ങളിലും മാമാടിനെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാറിൻ്റെ വൈഫും സാറിൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് മിക്കപ്പോഴും നടക്കാൻ ഇറങ്ങുന്നത്.